കാത്തിരുന്ന ഒരു മത്സരം എത്തുകയാണ്. നെഹ്റു ട്രോഫി മത്സരത്തിന്റെ വീറും വാശിയും മുഴുവൻ ആവാഹിച്ചുകൊണ്ടുള്ള ഒരു കാഴ്ചകളാണ് നമുക്ക് രാവിലെ തന്നെ പങ്കുവെക്കാൻ കഴിയും. ചെറിയ മഴയുണ്ടായിരുന്നു രാവിലെ. ഇപ്പോൾ നമ്മൾ ലൈവ് തുടങ്ങിയപ്പോൾ ഒരു ഇരുട്ടുമൂടി അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഒക്കെ തെളിഞ്ഞ് സൂര്യൻ കൂടുതൽ തെളിഞ്ഞു കാണുന്നത് തന്നെ ആളുകൾക്കൊരു വലിയ സന്തോഷമാണ്. എന്തായാലും വൈകുന്നേരം 6 മണിയോടുകൂടി സമാപനം നടക്കുമെങ്കിലും ഈ മില്ലി സെക്കൻഡുകളുടെയും അതോടൊപ്പം തന്നെ സമയത്തിന്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് പലപ്പോഴും തർക്കങ്ങൾക്കൊക്കെ ഇടയാക്കാറുണ്ട്. അതുകൊണ്ട് കൃത്യമായ ഒരു പ്രൊഫഷണൽ സമീപനത്തോടു കൂടി സമയം ഓപ്പണിംഗ് പോയിന്റ്, ഓപ്പണിംഗ് ട്രാക്ക് ഓപ്പൺ ആവുന്നത് അതിന് ഓട്ടോമാറ്റിക് സംവിധാനം ഉൾപ്പെടെയുള്ളവയുണ്ട്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തർക്കമുണ്ടാവില്ല. അവസാനിക്കുന്ന ഫിനിഷിംഗ് പോയിന്റ് റെക്കോർഡ് ചെയ്യാനുള്ള സാങ്കേതിക മികവുണ്ട്. അങ്ങനെ മൊത്തത്തിൽ തർക്കമില്ലാതെ റിസൾട്ട് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാവും അല്ലെ? തീർച്ചയായും. ഇത് ഒരു 1400 മീറ്ററോളം നീളമുള്ള ട്രാക്കാണ്. ആ ട്രാക്കിന്റെ ഓരോ വശങ്ങളിലും കൃത്യമായ മോണിറ്ററിംഗ് നടത്തുന്നുണ്ട്. അതോടൊപ്പം അവിടെയൊക്കെയും ക്യാമറ സംവിധാനങ്ങളുണ്ട്. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്യമായി സമയം ഓരോ മില്ലി സെക്കൻഡും സൂക്ഷിക്കുന്നതിനായുള്ള ക്രമീകരണങ്ങൾ, റെക്കോർഡ് ചെയ്യുന്നതിനായുള്ള ക്രമീകരണങ്ങളുണ്ട്. എന്തായാലും ആ നിലയ്ക്ക് എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 8-9 ക്ലബ്ബുകൾ വിജയ സാധ്യത കൽപ്പിക്കപ്പെടുന്നു. അവർ വളരെ കഠിനാധ്വാനം ചെയ്ത് വളരെ പ്രൊഫഷണലായി പുറത്തുനിന്ന് ആളുകളെ എത്തിച്ചും ഒക്കെയും പരിശീലനം നടത്തിയതാണ്. അപ്പോൾ അത്തരം വാശിയേറിയ ഒരു മത്സരത്തിൽ ഒരു സാങ്കേതിക പിഴവ് കൊണ്ടൊരു ഫലത്തെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല സംഘാടക സമിതി. അതുകൊണ്ട് ആ നിലയ്ക്കൊക്കെ പഴുതടച്ചുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. നടരാജിനെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ആ ഒരു ചെണ്ടകൂട്ടൊക്കെ പലയിടത്തും കേൾക്കാം. ഇവിടെ വന്നിട്ട് ഒരു വൈബിലേക്ക് പൂർണ്ണമായും എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉറപ്പായിട്ടും ഞാൻ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് വന്നിരിക്കുന്നത്. വലിയ ആവേശം എനിക്ക് ഉറപ്പായിട്ടും ഉണ്ട്. കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ മൾട്ടി ഫ്രാക്ഷൻ ചെറിയ സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന മത്സരത്തെ ഇത്രയധികം ആവേശത്തോടെ ഒരു ജനത കാണുന്നു, ലോക സമൂഹം കാണുന്നു. ടൂറിസം മാപ്പിൽ തന്നെ, ലോക ടൂറിസം മാപ്പിൽ തന്നെ ആലപ്പുഴയും കുട്ടനാടും ഈ നിലയ്ക്ക് മാർക്ക് ചെയ്യപ്പെടുന്നു. വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇതിനെ ശ്രദ്ധിക്കുന്നു, ഇത് ഫോളോ ചെയ്യുന്നു. ഇത്രയധികം സംവിധാനങ്ങൾ, സർക്കാർ സംവിധാനങ്ങളൊക്കെ തന്നെ എത്തുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ആവേശം ഇവിടെയുണ്ട്. ഞാനും ആ വൈബിലേക്ക് മെല്ലെ കടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ലോക ടൂറിസം ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തുന്ന മറ്റൊരു ഇവന്റായി എത്രയോ കാലങ്ങൾക്ക് മുമ്പേ തന്നെ വള്ളംകളി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ സജ്ജമാണ്. ഏതാണ്ട് 11 മണിയോടുകൂടി ഇന്നത്തെ മത്സരത്തിന്റെ തുടക്കമുണ്ടാവും. അതിനുശേഷം 2 മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ്. മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരുൾപ്പെടെയുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധിയെ നേരത്തെ പങ്കെടുപ്പിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ സമയക്കുറവുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. നമ്മൾ ചില നാട്ടുകാരുടെ പ്രതികരണം എടുക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. പക്ഷേ രാവിലെ സമയത്ത് ഇവിടെ തയ്യാറെടുപ്പുകൾ നടക്കുന്നതും മിക്കവരും ചാനൽ പ്രവർത്തകരും മൊത്തമൊക്കെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ചാനൽ ജീവനക്കാരും മറ്റൊക്കെ ക്ലബിന്റെ ആളുകൾ എത്തിയിട്ടുണ്ടെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ജേഴ്സി കൊടുക്കുന്നത് നമ്മൾ ഒഫീഷ്യലാണ്. അതിന്റെ എത്രത്തോളം ഉണ്ട് തയ്യാറെടുപ്പൊക്കെ? എന്തൊരു ആവേശമാണ് ഇവിടെ? ഇവിടെ എല്ലാം നല്ല തയ്യാറെടുപ്പാണ്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളൊക്കെ നല്ല അടിപൊളിയാണ്. നിങ്ങൾ ആലപ്പുഴക്കാരനാണോ? ആലപ്പുഴക്കാരനാണ്. ആലപ്പുഴയിലുള്ള ആൾക്കാർക്ക്, കുട്ടനാട്ടുകാർക്കൊക്കെ എന്ത് ആവേശമാണ് ഈ വള്ളംകളി എന്ന് പറയുമ്പോൾ? എന്താ നിങ്ങളുടെ ഒരു രക്തത്തിൽ അലിഞ്ഞു നടക്കുന്ന ഒരു ആഘോഷം പോലെയാണല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ഒഫീഷ്യൽസ് എന്നാൽ എന്തെല്ലാമാണ് ഈ ഡ്യൂട്ടിയിൽ നിങ്ങൾ ഭാഗമായിട്ട് ചെയ്യുന്നത്? രാവിലെ വീഡിയോ കവറേജ്, നമ്മൾ NDPRന്റെ ഒഫീഷ്യൽ വീഡിയോ കവറേജ് നമ്മളാണ്. ചേട്ടൻ ആലപ്പുഴയാണോ? എന്താണ് നിങ്ങൾക്കൊരു ആവേശം എന്ന് പറയുമ്പോൾ? വളരെ നല്ല ആവേശമല്ലേ ഇവിടെ? വള്ളംകളി വളരെ പൊളിച്ചെടുക്കുന്ന സാധനമാണ്. ചെറുപ്പം മുതൽ ഇവിടെ വന്ന് കാണുന്ന പരിപാടി ഉണ്ടോ? ആലപ്പുഴ കൃത്യമായിട്ട് എവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നത്? ഇവിടെ ടൗണിൽ തന്നെ. അതെ, നിങ്ങളുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണിത്. ഇപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വീടുകളിലൊക്കെ തന്നെ എങ്ങനെയായിരിക്കും? മാസങ്ങളായിട്ടുള്ള ഒരു ഓണത്തിന്റെ പ്രതിനിധിയാണ് ഇത്. ഉത്സവം നടക്കുന്ന നല്ല രീതിയിലുള്ള വീടുകളിൽ ഭയങ്കര ഗസ്റ്റുകളൊക്കെ വരിക, ഭയങ്കര ആഘോഷങ്ങളായിട്ടുള്ള പരിപാടിയാണ്. ഈ വഞ്ചിപ്പാട്ട് പാടലൊക്കെ വീടുകളുണ്ടാവും. വഞ്ചിപ്പാട്ട് നമ്മുടെ കായലിന്റെ സൈഡിലും വള്ളത്തിലും ഒക്കെ എല്ലാവരും ഭയങ്കര ഉത്സവാഘോഷങ്ങളിലാണല്ലേ. ഈ സ്ത്രീകളൊക്കെ മാസങ്ങൾക്ക് മുമ്പേ വീടുകളിൽ ചെന്നത് പ്രാക്ടീസ് ചെയ്യും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. മത്സരങ്ങളൊക്കെ ഉണ്ട് നമുക്കിവിടെ. വഞ്ചിപ്പാട്ട് മത്സരം ഇപ്പം നമുക്ക് 18-ാം തീയതി വഞ്ചിപ്പാട്ട് മത്സരം ഉണ്ടായിരുന്നു. 19-ാം തീയതി ഭയങ്കര കളറാക്കാൻ നിൽക്കുകയാണ്. ജോസ്, ഈ വഞ്ചിപ്പാട്ട് മത്സരങ്ങൾ ഇവിടെ വളരെ ഫേമസ് ആണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഏതെങ്കിലും മത്സരത്തിൽ പോകാൻ കഴിഞ്ഞിരുന്നു അതിനിടയ്ക്ക്? കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചിത്രരചന, ഈ പബ്ലിസിറ്റി കമ്മിറ്റി ആളുകൾക്കിടയിലേക്ക് വള്ളംകളിയെ കൂടുതൽ ജനകീയമാക്കുന്നതിനും പ്രസക്തി കിട്ടുന്നതിനും അതോടൊപ്പം യുവതലമുറയും വിദ്യാർത്ഥികളെയും ഒക്കെ ഈ വള്ളംകളിയിലേക്ക് ആകർഷിക്കുന്നതിനുള്ള വിവിധ നടപടികൾ ചെയ്തു. അതിന്റെ ഭാഗമായിട്ടായിരുന്നു വഞ്ചിപ്പാട്ട് മത്സരം, അതോടൊപ്പം തന്നെ കമന്ററി മത്സരം, അതോടൊപ്പം ചിത്രരചന, കളറിംഗ് മത്സരം കുഞ്ഞു കുട്ടികൾക്ക്. ആ നിലയ്ക്കൊക്കെ വലിയ രീതിയിലുള്ള പബ്ലിസിറ്റി ഇതിന് പിന്നിൽ കൊടുത്തിട്ടുണ്ട്. ജില്ലാ ഭരണകൂടമാണ് അതിന് നേതൃത്വം നൽകി. എന്തായാലും ആ നിലയ്ക്കൊക്കെ വലിയ ആവേശം ഒരു കർട്ടൻ റേസർ കൃത്യമായി ഇവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പല വീടുകളിൽ നിന്ന് സ്ത്രീകൾ അവരുടെ തിരക്കുകൾ മാറ്റിവെച്ച് ഒരു സ്ഥലത്ത് ഒത്തുകൂടി ഈ വഞ്ചിപ്പാട്ട് പാടി പരിശീലിക്കുന്ന
പ്രകടിപ്പിക്കുന്നതായിട്ടൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോഴും കാലങ്ങളായിട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിൽ പോലും ഇപ്പോഴും ആദ്യമായി ചെയ്യുന്ന പോലെ ഒരു ആവേശം അവരിവിടെയൊക്കെ പ്രകടിപ്പിക്കാറുണ്ടെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായും. പ്രത്യേകിച്ച് അത്തരമൊരു കൂട്ടായ്മ, സ്ത്രീകളുടെ ഒരു ഐക്യം, അവരുടെ ഒരു സൗഹൃദം കൂടിയൊക്കെ വെളിപ്പെടുത്തുന്നതാണല്ലോ ഈ അവരുടെ ഈ വഞ്ചിപ്പാട്ടിന് വേണ്ടിയുള്ള ഒത്തുചേരൽ. ആ നിലയ്ക്ക് അത് ഈ കുട്ടനാടൻ ഗ്രാമങ്ങളിൽ അത്തരം കൂട്ടായ്മകളുണ്ട്, വഞ്ചിപ്പാട്ട് സംഘങ്ങളുണ്ട്. ജോസി നടരാജ്, എന്തായാലും ഇന്ന് ഒരു വലിയ ആവേശത്തിന്റെ കാഴ്ചകൾ നമ്മളിലേക്ക് എത്തിക്കാൻ കഴിയും രണ്ടുപേർക്കെന്ന് വിചാരിക്കുകയാണ്. അപ്പുറത്തേക്ക് വഞ്ചിപ്പാട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ് ജോസിക്കോ നടരാജിനോ അങ്ങനെ ഒരു വഞ്ചിപ്പാട്ട് പാടി അറ്റംപ്റ്റ് ചെയ്യാൻ ഒരു താല്പര്യമുണ്ടോ രാവിലെ ന്യൂസ് മോർണിംഗ് പ്രേക്ഷകർക്കായി? എനിക്ക് എന്തായാലും ഇല്ല. ജോസിക്ക് അത് കഴിയുമോ എന്ന് എനിക്കറിയില്ല, ജോസിയോട് ചോദിക്കണം. എനിക്ക് ആ കാര്യത്തിലൊക്കെ ഞാൻ വളരെ പിന്നിലാണ്. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ എന്ന് വേണമെങ്കിൽ വാക്കുകൾ കൊണ്ട് പറഞ്ഞു പോവാം. തിത്തിത്താര തിത്തി, അല്ലെങ്കിൽ ഒരു ആവേശത്തിൽ ആളുകൾക്കൊപ്പം കൂടാം. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം, കുഴൽ വേണം, കൂരവ വേണം. ഇവിടെ മറ്റാളുകൾ കുറവാണ്. കാരണം രാവിലെ തയ്യാറെടുപ്പോൾ ആയി വരുന്നുള്ളൂ, അതുകൊണ്ട് ആളുകൾ എത്തുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ തന്നെ കയ്യിൽ നിന്ന് ഇട്ട് പാടാൻ ഇപ്പൊ നിവൃത്തിയുള്ളൂ ജിൽസി. എന്തായാലും മറ്റവസരങ്ങളിൽ കൂടുതൽ ആളുകളുടെ പെർഫോമൻസസ് എത്തിക്കാം. തെറ്റു വന്നാലും അവരങ്ങ് ക്ഷമിച്ചോളും പ്രേക്ഷകർ. നമ്മള് ഈ കാര്യത്തിൽ ഒരു പ്രൊഫഷണൽസ് അല്ലല്ലോ വഞ്ചിപ്പാട്ടിന്റെ കാര്യത്തിൽ. പക്ഷേ ജോസി നടരാജ് രണ്ടുപേരും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഭീരമായിട്ട് പാടി കേട്ടോ. കുറച്ചധികം പാടുവാണേ നമ്മുടെ പ്രേക്ഷകർക്ക് വലിയ എന്റർടൈൻമെന്റ് ആയേനെ. ശരി.